നമസ്കാരം. അമേരിക്കയ്ക്ക് ആരാണ് ഇത്രയും അധികാരം നൽകിയത്? ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ, അവിടുത്തെ നേതാവിനെ തടവിലാക്കി വിചാരണ ചെയ്യാൻ. എന്നിട്ടും ലോകം ഒന്നും മിണ്ടുന്നില്ല. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ ധാർഷ്ട്യം തന്നെയാണ് ഇതിന്റെ കാരണം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലോക പോലീസുകാരൻ എന്ന ചമയത്തോടെ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ പലപ്പോഴും അന്താരാഷ്ട്ര മര്യാദകളുടെ പരസ്യമായി ലംഘനമായിട്ട് മാറാറുണ്ട്. ആയുധബലം കൊണ്ടോ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടോ കീഴടക്കാൻ കഴിയാത്ത രാജ്യങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ സൃഷ്ടിക്കുന്നതും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതും അമേരിക്കയുടെ കാലങ്ങളുടെമായിട്ടുള്ള തന്ത്രം തന്നെയാണ്. നിരവധി തവണ അവരിത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു പരമാധികാരി രാഷ്ട്രത്തിന്റെ തലവനെ തട്ടിക്കൊണ്ടുപോയി വിചാരണ ചെയ്യുന്ന ഗുണ്ടാ രാഷ്ട്രീയത്തിലേക്ക് ഈ പ്രവണത വളരുമ്പോൾ അത് ആധുനിക ലോകം കെട്ടിപ്പടുത്ത എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം പിടിച്ചുകൊണ്ടുപോയി സ്വന്തം നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ വിചാരണ ചെയ്യാൻ തുനിയുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനവും രാഷ്ട്രീയ അഹങ്കാരവും തന്നെയല്ലേ? നിങ്ങൾ തന്നെ പറയൂ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനവും നിയമവാഴ്ചയും ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാപിക്കപ്പെട്ട UN വെറും ഒരു കാഴ്ചക്കാരനായി മാറുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. വനശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കളിപ്പാവയായി ഐക്യരാഷ്ട്രസഭ തരം താഴുമ്പോൾ അന്താരാഷ്ട്ര നിയമം എന്ന വാക്കിന് എന്ത് വിലയാണുള്ളത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറുമ്പോൾ തടയാൻ കഴിയാത്ത സഭയ്ക്ക് എങ്ങനെയാണ് ലോകത്തിന് നീതി നടപ്പിലാക്കാൻ കഴിയുക എന്ന പ്രസക്തമായ ചോദ്യമാണ് ഉയരുന്നത്. വിദേശ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ അമേരിക്ക നടത്തുന്ന കുത്സിത നീക്കങ്ങൾ ആ രാജ്യങ്ങളിലെ ജനതയെ കൊടിയ ദാരിദ്ര്യത്തിലേക്കും ആഭ്യന്തര യുദ്ധങ്ങളിലേക്കുമാണ് തള്ളിവിടുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാനെന്ന വ്യാജേന നടത്തുന്ന ഈ അട്ടിമറികൾ യഥാർത്ഥത്തിൽ തങ്ങളുടെ സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മാത്രമാണ്. ലോകത്തെ ഏത് ഭരണാധികാരിയെയും വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും തങ്ങൾക്ക് അധികാരമുണ്ടെന്ന അമേരിക്കയുടെ ധിക്കാരപരമായ നിലപാട് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശക്തിയുള്ളവൻ നിയമം നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ കാട്ടുനീതിക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുന്നത് വരാനിരിക്കുന്ന വലിയ വിപത്തുകളുടെ സൂചനയാണ്. ഐക്യരാഷ്ട്രസഭയ്ക്കും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്കും ഇനിയെങ്കിലും നട്ടൽ ഉയർത്തി നിൽക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ലോകം വീണ്ടും അരാജകത്വത്തിലേക്കും വൻ ശക്തികളുടെ അധിനിവേശത്തിലേക്കും മടങ്ങിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണല്ലേ ഇവിടെ? അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശ ചരിത്രത്തിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഭരണാധികാരികളെ നീക്കം ചെയ്യാനും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും അമേരിക്ക നടത്തിയ ചില പ്രധാന ഇടപെടലുകൾ നമുക്കിവിടെ പരിശോധിക്കാവുന്നതാണ്. അതിൽ ഞാൻ ആദ്യം പറയുന്നത് ഇറാനിലെ 1953 നടന്ന അട്ടിമറിയാണ്. ഇറാൻ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് മൊസാദിത്ത് രാജ്യത്തെ എണ്ണ സമ്പത്ത് ദേശവൽക്കരിക്കാൻ തീരുമാനിച്ചതോടെയാണ് അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറുന്നത്. CIA നടത്തിയ ഓപ്പറേഷൻ അജാക്സ് എന്ന രഹസ്യ നീക്കത്തിലൂടെ ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തെ അട്ടിമറിക്കുകയും പകരം അമേരിക്കൻ അനുകൂലിയായിട്ടുള്ള ഷാ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് 83 ഇസ്ലാമിക വിപ്ലവം നടന്നത് തിരികുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ചിലിയിലെ സൈനിക അട്ടിമറിയാണ്. 1973 ഇത് സംഭവിക്കുന്നത്. ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ സാൽവദോർ അലൻഡെ ചിലിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയ്ക്ക് ആ കാലഘട്ടത്തിൽ സഹിക്കുന്നില്ല. CIA പിന്തുണയോടെ സൈനിക ജനറൽ അഗസ്റ്റോ പിനാഷെ നടത്തിയ ചോരപ്പുഴ ഒഴുക്കിയ അട്ടിമറിയിൽ അലൻഡെ കൊല്ലപ്പെട്ടു. പിന്നീട് ദശാബ്ദങ്ങളോളം നീണ്ടുനിന്ന ക്രൂരമായ ഏകാധിപത്യ ഭരണത്തിനാണ് ചിലി സാക്ഷ്യം വഹിച്ചത്. അടുത്തത് പനാമ അധിനിവേശമാണ്. 1989 ഇത് നടക്കുന്നത്. ഒരു രാജ്യത്തിന്റെ തലവനെ പിടിച്ചുകൊണ്ടുപോയതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പനാമയിലെ മാനുവൽ നൊറിഗയുടെ അറസ്റ്റ്. അമേരിക്കയുടെ വിശ്വസ്തനായിരുന്ന നൊറിഗ പിന്നീട് അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ജസ്റ്റ് കോസ് എന്ന പേരിൽ അമേരിക്ക പനാമയെ ആക്രമിച്ചു. ഒരു പരമാധികാര രാജ്യത്തിന്റെ ഭരണാധികാരിയെ തടവുകാരനായി അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയി അവിടെ വിചാരണ ചെയ്ത് ജയിലിലടച്ചു. ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇപ്പോഴും ഇതുപോലെ തന്നെ. ഇനി 2003 ഇറാഖ് അധിനിവേശമാണ്. ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു ഇടപെടലായിരുന്നു അമേരിക്കയുടേത്. ഇറാഖിൽ വിനാശകാരികളായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് UN അനുമതിയില്ലാതെ അമേരിക്ക അധിനിവേശം നടത്തുകയാണ്. സദ്ദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒടുവിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്യുന്നത് ഇവിടെ തൊട്ടാണ്. എന്നാൽ അമേരിക്ക ആരോപിച്ച ആയുധങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ആ രാജ്യത്തിന്റെ ദുരൂഹമായ ലക്ഷ്യങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. ഇനി 2011 നടന്ന ലിബിയയിലെ ഇടപെടലാണ്. മുഅമ്മർ ഗദ്ദാഫിയുടെ ഭരണത്തിന് കീഴിലായിരുന്ന ലിബിയയിൽ ആഭ്യന്തര കലാപം പ്രോത്സാഹിപ്പിക്കുകയും നാറ്റോ സൈന്യത്തെ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തത് ലിബിയയെ തകർച്ചയിലേക്ക് നയിച്ചു. ഗദ്ദാഫിയുടെ ക്രൂരമായ അന്ത്യത്തിന് ശേഷം ലിബിയ ഇന്നും അസ്ഥിരതയുടെ നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ വിയറ്റ്നാം യുദ്ധം, ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയെ വധിക്കാൻ നടത്തിയ
നൂറുകണക്കിന് ശ്രമങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെയും സിറിയയിലെയും ഇടപെടലുകൾ എന്നിവയെല്ലാം അമേരിക്കയുടെ ഈ ഗറില്ല രാഷ്ട്രീയത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇഷ്ടമില്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ആഗോള നീതിയും സമാധാനവും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഈ അപ്രമാദത്തിന് പിന്നിൽ സാമ്പത്തികവും അതുപോലെ തന്നെ സൈനികവുമായി കൃത്യമായ ചില കാരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും അമേരിക്കയെ ഭയക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് വഴങ്ങുന്നതോ ആയ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആഗോള സംഘടനകൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഏറെ നിഷ്ക്രിയമായിട്ട് പോകുന്നത്. ഒന്നാമതായി ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക അടിത്തറ തന്നെ അമേരിക്കയുടെ വിഹിതത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ ഒന്നും പറയാൻ പറ്റാത്തത്. ഇതിനു പുറമെ രക്ഷാസമിതിയിലെ വീറ്റോ അധികാരം ഉപയോഗിച്ച് തങ്ങൾക്കെതിരെയുള്ള ഏത് നീക്കത്തെയും തടയാൻ അവർക്ക് സാധിക്കും. ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നാഡീഞരമ്പായ ഡോളറിനെ നിയന്ത്രിക്കുന്നതും ഇവർ തന്നെയാണ്. തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം എന്ന വജ്രായുധം ഉപയോഗിച്ച് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ അമേരിക്കയ്ക്ക് നിമിഷങ്ങൾ മാത്രം മതി. ഇങ്ങനെ ലോകരാജ്യങ്ങളെ സാമ്പത്തികമായും സൈനികമായും മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ആരും അമേരിക്കയെ ചോദ്യം ചെയ്യാത്തത്. മാധ്യമങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും വലിയൊരു വിഭാഗം അമേരിക്കൻ നിയന്ത്രണത്തിലാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. തങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെ ജനാധിപത്യം സ്ഥാപിക്കൽ എന്ന സുന്ദരമായ പേരിൽ ലോകത്തെ വിശ്വസിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നു എന്നത് നമ്മൾ ഇവിടെ പറയേണ്ട വിഷയമാണ്. റഷ്യയോ ചൈനയോ പോലുള്ള വൻ ശക്തികൾ പലപ്പോഴും അമേരിക്കയെ വിമർശിക്കാൻ രംഗത്ത് വരാറുണ്ട് എങ്കിൽ പോലും പല ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാറുണ്ട്. അമേരിക്ക അത്രയും പവർഫുൾ ആണോ? അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നത് ദുർബല രാജ്യങ്ങൾക്ക് മാത്രം ബാധകമായ ഒന്നായി മാറുകയും വൻ ശക്തികൾക്ക് എന്തും ചെയ്യാനുള്ള അനുവാദമായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയാത്തത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായ ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അവസ്ഥ മാറണമെങ്കിൽ ലോകത്തിന്റെ സാമ്പത്തിക വിനിമയങ്ങളിൽ നിന്ന് ഡോളറിന്റെ ആധിപത്യം മാറുകയും ഐക്യരാഷ്ട്രസഭയിൽ ജനാധിപത്യപരമായ ഉടച്ചുവാർക്കലുകൾ സംഭവിക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഈ നിയമലംഘനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം അദ്ദേഹം അധികാരമേറ്റ കാലം മുതൽക്കേ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ പോലും മാനിക്കാതെ സൈനികമായോ സാമ്പത്തികമായോ ഇടപെടലുകൾ നടത്തുന്നതിൽ ഈ നയത്തിന് വലിയ പങ്കുണ്ട്. 2026 തുടക്കത്തിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ പിടികൂടാൻ അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ഈ നയത്തിന്റെ ഏറ്റവും തീവ്രമായ രൂപം തന്നെയാണ് ലോകം കാട്ടിക്കൊടുത്തത്. ട്രംപിന്റെ നയങ്ങളും ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. തീവ്രമായ ദേശീയതയും ഇടപെടലുകളും അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ താല്പര്യങ്ങൾക്ക് മാത്രമാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് ട്രംപ് പലപ്പോഴും പരസ്യമായി പ്രഖ്യാപിക്കാറുണ്ട്. മറ്റു രാജ്യങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്ന് സാരം. അമേരിക്ക ഫസ്റ്റ് എന്നാൽ അമേരിക്കയുടെ ലാഭത്തിന് വേണ്ടി മറ്റേത് രാജ്യത്തിന്റെ താല്പര്യങ്ങളെയും ബലി കഴിക്കാമെന്നുകൂടി ഇതിന് അർത്ഥമുണ്ട്. വെനസ്വേലയിലെ ഇടപെടലിലൂടെ ആ രാജ്യത്തെ എണ്ണ സമ്പത്തിന് മേൽ നിയന്ത്രണം ഉറപ്പാക്കാമെന്നും അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ മുൻഗണന നൽകണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഇതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ്. അതായത് ഇവിടെയും അമേരിക്കയ്ക്ക് ലാഭമാണ് വേണ്ടത് എന്ന് സാരം. അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം രാജ്യത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കാണ് അവരിവിടെ പ്രാധാന്യം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവഗണന, ഐക്യരാഷ്ട്രസഭയോ അന്താരാഷ്ട്ര നിയമങ്ങളോ തന്റെ നയങ്ങൾക്ക് തടസ്സമാവുകയാണെങ്കിൽ അവയെ അവഗണിക്കുക എന്നത് ട്രംപിന്റെ ശൈലി തന്നെയാണ്. അമേരിക്കൻ കൊറോളറി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പുതിയ നയരേഖകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ സുരക്ഷയ്ക്കോ അതുപോലെ തന്നെ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കോ ഭീഷണിയാണെന്ന് തോന്നുന്ന ഏത് രാജ്യത്തെയും നിയമവിരുദ്ധമായി പോലും ഇടപെടാൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന വസ്തുതയാണ്. അത് തന്നെയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന് കടത്തോ അഭയാർത്ഥി പ്രശ്നമോ ഒക്കെ കാരണമായി പറഞ്ഞ് ഒരു പരമാധികാര രാജ്യത്തിന്റെ ഭരണത്തലവനെ പിടിച്ചുകൊണ്ടുവരുന്നത് കേവലം ഒരു ക്രമസമാധാന പാലനം മാത്രമായാണ് അമേരിക്ക വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ നമ്മൾ വീണ്ടും ചോദിക്കണം, അമേരിക്ക ആരാണ് ഇവിടെ ഇടപെടാൻ? ശക്തിയുടെ രാഷ്ട്രീയമാണ്. അതായത് മുൻപ് പല അമേരിക്കൻ ഭരണകൂടങ്ങളും രഹസ്യമായ അട്ടിമറികൾ നടത്തിയതെങ്കിൽ ട്രംപ് അത് പരസ്യമായിട്ട് ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ വ്യത്യാസം. ചർച്ചകളിലൂടെയോ നയതന്ത്രങ്ങളിലൂടെയോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ സൈനിക ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ വേഗത്തിൽ തീർക്കുക എന്ന രീതിയാണ് ട്രംപ് ഇവിടെ പിന്തുടരുന്നത്. ഇത് ലോകത്തെ മറ്റ് വൻശക്തികളായിട്ടുള്ള റഷ്യയ്ക്കും ചൈനയ്ക്കും സമാനമായ രീതിയിൽ പെരുമാറാനുള്ള ഒരു തെറ്റായ മാതൃക കൂടി നൽകുന്നു എന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റു രാജ്യങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്താലോ ഇനി? ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ലോകത്തെ നിയമവാഴ്ചയിൽ നിന്ന് കരുത്തുള്ളവർ ഭരിക്കട്ടെ എന്ന കാട്ടുനീതിയിലേക്ക് നയിക്കുക തന്നെയാണ് ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയെ പോലുള്ള സംഘടനകൾക്ക് തങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇത്തരം നടപടികൾക്ക് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യുന്നുണ്ട്. മതിയല്ലോ, ഇത്രയും ചെയ്താൽ മതിയല്ലോ, അമേരിക്കയ്ക്ക് എന്തും ചെയ്യാനുള്ള ഒരു അധികാരം കിട്ടിയതുപോലെയാണ്. ആരും ചോദിക്കാനുള്ള ഒരു രാഷ്ട്രവും ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ UN അടക്കമുള്ള സംഘടനകളും മിണ്ടാതിരിക്കുന്നു.
ഇങ്ങനെയാണെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വളർന്നു വരുന്ന അല്ലെങ്കിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ അമേരിക്കയോളം വളരാത്ത രാഷ്ട്രങ്ങളുടെ അവസ്ഥ ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയ്ക്ക് പോയിട്ട് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുമല്ലോ. അവിടുത്തെ പരമാധികാരത്തിനും അവിടുത്തെ രാഷ്ട്ര തലവനും ഒരു വിലയും ഇല്ലാതെ അമേരിക്ക ചെയ്തു കൂട്ടുന്നതിന് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ വിശകലനം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.